ഈ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വന്നു. ഒരു ചേച്ചിയുടെ ബൈക്ക് ആക്സിഡൻ്റായി. ചേച്ചിയുടെ കൈക്ക് കുഴയെല്ലാം പോയി. അത് വെച്ച് പിന്നീട് കൈയുണ്ടല്ലോ ഇവിടെ ഇത്രയും ഭാഗം ചേച്ചിയുടെ കയ്യിൽ കമ്പിയുണ്ട്. അപ്പോൾ പിന്നെ കാണാൻ പോയിട്ട് വന്നു. പിന്നെ വീഡിയോ പിടിക്കാനൊന്നും സമയമില്ല. വന്നതിന് ശേഷം കൊച്ചുണ്ടല്ലോ ആറ്റുമീൻ കൊണ്ടുവന്നു. അപ്പോൾ അത് വയ്ക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇനി ഒരുങ്ങി പിന്നെ വന്ന് വീഡിയോ പിടിക്കാൻ തന്നെ സമയം പോകും. എന്നാൽ ഒരു കുട്ടി തോട്ട് ആ അഷ്കർ എന്ന് പറഞ്ഞ ആ ഒരു യുവാവ് എത്ര ഭീകരമായിട്ടാണ് എല്ലാ കുഞ്ഞിനെ അടിച്ചു കൊന്നെന്ന് പറയുമ്പോഴേ എങ്ങനെ മനസ്സ് വരുന്നെന്നാണ്. അതും ആ കുഞ്ഞിൻ്റെ അച്ഛൻ മരിച്ചു വന്നു. എന്തോ കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. ഒരു മനുഷ്യനെ എങ്ങനെ ഇത്രമാത്രം ഉപദ്രവിക്കാനാവുമെന്നാണ്. അതൊരു പിഞ്ചു കുഞ്ഞിനെ നമ്മളൊക്കെ എന്തുമാത്രം താലോലിച്ചും പുന്നാരിച്ചുമാണ് ഈ പരുവത്തിൽ മുതിർന്ന കുഞ്ഞുങ്ങളെ പോലെ നോക്കുന്നത്. അപ്പം ദൈവമേ, 1.5 വയസ്സുള്ള കുഞ്ഞെന്ന് പറയുമ്പം നിലത്ത് പോലും വയ്ക്കാൻ തോന്നില്ല. അപ്പം ആ കുഞ്ഞിനെ അടിച്ചു കൊല്ലാന്ന് പറയും ദുഷ്ടക്കാരൻ. അതിൻ്റെ കൂടത്ത് ആ പെണ്ണും ഒരു പക്ഷെ അവൾ നിസ്സഹായാവസ്ഥയിലായിരിക്കാം. ഈ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ അച്ഛൻ മരണപ്പെട്ടു എന്ന് പറയുന്നു. എങ്ങനെയാണോ എന്തോ അതും മരണപ്പെട്ടെന്ന് ആര് കണ്ടു. ഈ ഒരു അവസ്ഥയിൽ ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ട കാര്യം, മനുഷ്യൻ ജീവിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി നിങ്ങൾക്കൊപ്പം വരുമ്പോൾ അവർക്ക് കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിനെയും കൂടെ നല്ല മനസ്സോടുകൂടി നോക്കി കൊണ്ടുപോകാനുള്ള മനസ്സുണ്ടാകണം. കുഞ്ഞുങ്ങളാകുമ്പോൾ കരയും, അവർ ബെഡിൽ മൂത്രമൊഴിക്കും, അവർക്ക് അസുഖം വരും, പറയാൻ പറ്റില്ല അവർക്ക്. ആ സമയത്ത് കുഞ്ഞിൻ്റെ കൈ തല്ലി ഒടിക്കുക, കാല് തല്ലി ഒടിക്കുക, വിശന്ന് കരയുമ്പോൾ കുഞ്ഞിൻ്റെ വായിലോട്ട് ചോറ് കൊത്തി ഞെരിക്ക് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾ പിഞ്ചായിരുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഉപദ്രവിച്ചും തല്ലിയും പിടിച്ചും നിങ്ങളെ കൊന്നു കളഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഇന്നിങ്ങനെ ഉണ്ടാകുമോ എന്ന് ചിന്തിക്കണം. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വിശ്വസിച്ച് വരുന്ന പങ്കാളി പെൺകുട്ടി, അപ്പം അവരുടെ ആ മക്കളെയും നന്നായി നോക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇങ്ങനെ കൂടെ കൂട്ടുക. അതല്ല എങ്കിൽ എന്ത് ചെയ്യുക? അവൻ ആ കുഞ്ഞിൻ്റെ അച്ഛനും അച്ചമ്മയൊക്കെ ആ കുഞ്ഞിനെ ചോദിച്ചെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പറ്റില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എന്ന് ഉറപ്പുണ്ട്, നിങ്ങൾക്ക് കുഞ്ഞിനെ നോക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കുഞ്ഞിനെ അങ്ങ് വിട്ടുകൊടുക്കാമായിരുന്നു. എന്തായാലും അത് ഭയങ്കര ബുദ്ധിമുട്ടായി പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇങ്ങനെ സാഹചര്യത്തിൽ എത്രയോ കുടുംബങ്ങളിൽ ആരും അറിയാതെ കുഞ്ഞുങ്ങളെ ദ്രോഹിക്കുന്നു. അതുപോലെ എത്രയോ പെൺകുട്ടികൾ രണ്ടാമത് ഇറങ്ങിപ്പോയിട്ടും ഇതേ നിസ്സഹാവസ്ഥയിലും കഴിയുന്നുണ്ടാവും. ഒന്നും പറയാനും പറ്റുന്നില്ല, ഒന്നും പ്രതികരിക്കാനും പറ്റാത്ത അവസ്ഥയിൽ. ഒരു 4-5 വർഷത്തിന് മുമ്പേ ഉണ്ടല്ലോ, ഇവിടെ ഞങ്ങളുടെയൊക്കെ ഒരു 3 കിലോമീറ്ററൊക്കെ അടുത്തായിട്ട് ഒരു KSRTC കണ്ടക്ടറെ ഒരു സ്ത്രീ അടിച്ചു കൊന്നു. ഉറങ്ങിക്കിടക്കുമ്പോൾ തലയിൽ കൂടം കൊണ്ട് ചുറ്റും എന്തോ കൊണ്ടാണ് അടിച്ച് കൊന്നത്. ഉദ്യോഗസ്ഥനും അവൻ്റെ ഭാര്യയിൽ തന്നെ ഉണ്ടായ 2 കുഞ്ഞുങ്ങൾ, 7-8 വയസ്സുള്ള കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കാനായിട്ട് കാശ് കൊടുക്കില്ല. ഒത്തിരി വസ്തുവകകളൊക്കെ ഉള്ളതാണ്, റബ്ബറുണ്ട്, ഒരു 10-15 ഷീറ്റൊക്കെ ദിവസം വരുമാനമുണ്ട്. പിന്നെ അങ്ങനെ കണ്ടക്ടറും കൂടെയാണ്. അപ്പോൾ ആ സാലറി ഉണ്ട്. പക്ഷേ ഈ കാശെല്ലാം കൊണ്ട് എന്താണ് അക്കൗണ്ടിലിട്ട് കൂട്ടും. ഒരിക്കൽ പോലും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ഭക്ഷണം മേടിച്ച് കൊടുക്കാനോ ഈ യുവതിയെ നോക്കാനോ ഒന്നും അങ്ങനെ സമ്മതിക്കില്ല. അപ്പോൾ ഈ അരി മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭക്ഷണത്തിന് കൂട്ടാൻ വേണ്ടേ, അതൊന്നും വയ്ക്കാൻ കാശ് കൊടുക്കില്ല.
എന്തിനേറെ പറയുന്നു, അങ്ങേര് ആ മനുഷ്യൻ ജോലിക്ക് പോയി കഴിയുമ്പോൾ ഇതിൽ നിന്നും ഒട്ടുകറ എടുത്ത് കുറച്ച് വിറ്റ് ഈ കുഞ്ഞുങ്ങൾക്ക് അവർ ബിസ്ക്കറ്റും മുട്ടായിയും പാലും പഴമൊക്കെ മേടിച്ചു കൊടുക്കുമായിരുന്നു. കുഞ്ഞുങ്ങളല്ലേ എങ്ങനെ ഈ ചോറും അല്ലെങ്കിൽ ഇത്തിരി കാന്താരിയോ ഇത്തിരി മുളകോ മാത്രം വെച്ച് ഭക്ഷണം കഴിക്കും. അപ്പം ആ അമ്മ എന്ന ഒരു വ്യക്തി അവരെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് അവർ എന്ത് ചെയ്യും, ആ മനുഷ്യനില്ലാത്ത സമയത്ത് ഒട്ടുകറ, കാരണം ഷീറ്റ് എടുത്താൽ അറിയും, എല്ലാം എണ്ണി തിട്ടപ്പെടുത്തും. ജോലി കഴിഞ്ഞിട്ട് വന്നും എണ്ണി നോക്കും. എന്നിട്ട് വിറ്റ എല്ലാ അക്കൗണ്ടിൽ കാശങ്ങേര് ഇട്ട് വച്ചിരിക്കും. വീട്ടിൽ ചിലവാക്കില്ല. അങ്ങനെ നിത്യമായിട്ട് അടി പിടി വഴക്ക്. പിന്നെ ഈ യുവതി എന്ത് ചെയ്യും, ആരുടെയും പരിചയക്കാരോട് 50, 10, 100 ഒക്കെ കടം മേടിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ഈ അടിയും വഴക്കും നിത്യ സംഭവമാണ്. കുഞ്ഞുങ്ങൾക്കൊന്നും മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. സ്വന്തം ചോരയെ പറഞ്ഞ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന അനീതിയായി പറയുന്നത്. അവസാനം സഹി കേട്ട് അവരെന്ത് ചെയ്തു, അയാൾ ഉറങ്ങിക്കിടന്ന സമയത്ത് ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു കൊന്നു. അപ്പോൾ കേൾക്കുന്നവരെല്ലാം വളരെയധികം ബുദ്ധിമുട്ട് സങ്കടമൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരും അതിൻ്റെ കമൻസ് ഇട്ടു. അവൾക്ക് അഭിഹിതമുണ്ടായിട്ടാണ് അയാളെ തലയ്ക്കടിച്ച് കൊന്നതാണ്. അവർക്ക് അഭിഹിതവും ഇല്ല, ഒന്നുമില്ല. പക്ഷേ സംഭവം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ ആ അമ്മയ്ക്ക് മറ്റു മാർഗമില്ല. ഈ യുവതിയെ നിരന്തരം അടിക്കുക, കുഞ്ഞുങ്ങളെ അടിക്കുക, അയാളുടെ അതൊരു ശീലമായിരുന്നു. കിട്ടുന്ന ശമ്പളത്തിൽ കുറേ കുടിക്കും, ബാക്കിയെല്ലാം ബാങ്ക് ബാലൻസ് അങ്ങേര് സൂക്ഷിച്ചു വെക്കും. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊന്നും മേടിച്ച് കൊടുക്കാതെയും ഭാര്യയ്ക്ക് മേടിച്ച് കൊടുക്കാതെയും നല്ല വസ്ത്രം കൊടുക്കാതെ ഫുഡ് കൊടുക്കാതെ ഈ കാശ് ബാങ്ക് ബാലൻസായിട്ട് കൂട്ടിയിട്ട് അതിലൊരു സന്തോഷം കണ്ടെത്തുന്ന ഒരു സൈക്കോപാത്തായിരുന്നു ഇയാൾ. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ അമ്മ എന്ന യുവതിക്ക് ചെയ്യേണ്ടി വന്ന കാര്യമാണത്. ഇപ്പം ആ യുവതിയുടെ അച്ഛനും അമ്മയാണ് കുഞ്ഞുങ്ങളൊക്കെ നോക്കുന്നത്. അവർ ജയിലിലാണ്. ഇനിയിപ്പോൾ ആ ശിക്ഷ കഴിഞ്ഞാൽ ഇറങ്ങി വരാൻ പറ്റുള്ളൂ, കൊല്ല ചെന്നതല്ലേ. അപ്പോൾ അവരാണ് നീതി, അവിടെ അവർ സഹിക്കാൻ മേലാഞ്ഞിട്ട് ചെയ്തതാണെന്നും പട്ടക്കാരൻ കൊല ചെയ്തു. അപ്പം അവരിപ്പം ജയിലിലാണ്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, സ്വന്തം മക്കളെ ദ്രോഹിക്കാൻ സ്വന്തം പിതാവും സ്വന്തം മാതാവും തയ്യാറാവുന്നു. അപ്പോൾ രണ്ടാനച്ഛനെയും രണ്ടാനമ്മയുടെയും കാര്യം പറയാനുണ്ടോ? എന്നാൽ സ്വന്തം ചോരയിൽ പിറക്കാത്ത കുഞ്ഞുങ്ങളെയും പൊന്നുപോലെ നോക്കുന്ന രണ്ടാനച്ഛമ്മമാരും രണ്ടാനമ്മമാരും ഉണ്ട്, അച്ഛമ്മമാരും അച്ഛച്ചന്മാരും ഉണ്ട്, അമ്മമ്മമാരും അപ്പപ്പന്മാരും ഉണ്ട്. ഇത് മനുഷ്യത്വം എന്ന ഒരു സംഭവം മനുഷ്യന് ഹൃദയത്തിൽ നിന്നാണ് വരാനുള്ളത്. അതില്ലാത്ത പക്ഷം ഇത് ക്രൂരരായിട്ട് മാറും. എല്ലാവരും സ്നേഹിക്കാൻ സംരക്ഷിക്കാൻ ഉള്ളൊരു മനസ്സുണ്ടാകണം. എങ്കിൽ മാത്രമേ കുടുംബജീവിതവും സന്തോഷകരമാകുള്ളൂ, മറ്റുള്ളൊരു ജീവിതത്തിലും സന്തോഷം ഉണ്ടാകാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഞാൻ ഈ ഒരു സംഭവം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, 1.5 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ 2 കൈയും തല്ലി ഓടിച്ച് അതൊരു വീഡിയോ കണ്ടു. അത് കഴിഞ്ഞിട്ട് ആ കുഞ്ഞിന് ഭക്ഷണം കൊടുത്ത് അവൻ അടിച്ചു കൊല്ലുക എന്ന് പറയുമ്പോൾ, അവർ പിഞ്ചു കുഞ്ഞിനെ ഈ ദ്രോഹിക്കാൻ എങ്ങനെ മനുഷ്യൻ ഇത്ര സാധിക്കുന്നുവെന്നാണ്. സത്യം പറഞ്ഞിട്ട് മുതിർന്ന ആൾക്കാരെ പോലും അടിക്കുമ്പോൾ ഒരു ആന്തൽ തോന്നില്ലേ. നമ്മുടെ കുഞ്ഞുങ്ങൾ, മുതിർന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും തെറ്റ് കണ്ട 2 തല്ല് കൊടുക്കുക എന്ന് പറയുമ്പോൾ പോലും ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാനെപ്പോഴും എന്തെങ്കിലും എൻ്റെ മോൻ്റെ ചെറിയ എന്തെങ്കിലും ഒരു തല്ലിക്കൊടുത്തരം പറഞ്ഞാൽ പോലും ഞാൻ അന്നേരം ഒരു ചെറിയ വടിയെടുത്ത് അടി വെച്ച് കൊടുക്കും. സ്നേഹത്തിൽ പൊതിഞ്ഞ ഒരു ചെറിയൊരു തലോടൽ പോലെയാണ് ഒരു തല്ല് കൊടുക്കുന്നത്. അപ്പോൾ ഈ പിഞ്ചു കുഞ്ഞിനെ തച്ച് കൊല്ലുക എന്ന് പറയുമ്പോഴുണ്ടല്ലോ, അവൻ എത്രമാത്രം ക്രൂരനാകണം. ഒരു പക്ഷെ ആ യുവതിക്കും ഇതിന് പ്രതികരിക്കാൻ പറ്റില്ലായിരിക്കും. ഇനി അവളും തല്ലി അയാളെ പ്രീതിപ്പെടുത്താൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഭയങ്കര മോശമായിപ്പോയി. അപ്പം പെൺകുട്ടികളെ, നിങ്ങളുടെ ജീവിതത്തിൽ
സന്തോഷവും സമാധാനവും വരുത്തുന്നതിന് ചില ആൾക്കാർ പറയും ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് പാടില്ല, സ്വയം ഇഷ്ടമുള്ള പോലെ ജീവിക്കും. ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഇടത്ത് ചെയ്യുക തന്നെ വേണം. കാരണം കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ പിതാവിനെ പോലെയും മാതാവിനെ പോലെയും മറ്റാർക്കും സാധിക്കില്ല എന്നതും ഓർക്കുക. പിന്നെ മുൻപേ ഞാൻ പറഞ്ഞത്, സ്വന്തം മക്കളെ കൊല്ലാനും അടിക്കാനും പട്ടിണിക്കിടാനും ഒരു മടിയില്ലാത്ത ആൾക്കാരുള്ള ഇടമാണ് നമ്മുടെ സമൂഹവും. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളൊരു കുടുംബം സന്തോഷത്തോടെ കൊണ്ടുപോകാനാണ് ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, എനിക്ക് ജോലി ഒരുപാടുണ്ട്. കാരണം ഞാനിവിടെ പാചകത്തിലാണ്. യാത്ര ചെയ്ത് ഒത്തിരി ദൂരെ കേട്ടോ കാണാൻ പോയി ചേച്ചീനെ. അപ്പോൾ ഇത് ചായ അടുപ്പിൽ വെച്ചു. മല്ലിപ്പൊടി പിടിച്ചു കൊണ്ടുവന്ന ആറ്റ് മീനാണ് കറി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, പൊരിക്കാനായിട്ട് വെച്ച്. എൻ്റെ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോ വേണ്ടി പെട്ടെന്ന് കണ്ടുകൂട്ടാം. താങ്ക് യു. ഞാൻ കപ്പയും ചിക്കനും കഴിക്കുന്നു, മീൻ അടുപ്പായിരിക്കും. ഞങ്ങൾ പോയിട്ട് വന്നപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ മാങ്ങ. എനിക്ക് വലിയ ഇഷ്ടമാണ് മാങ്ങ. കണ്ട എൻ്റെ ആറ്റിമീൻ നന്നായിട്ട് വേകാറായി. വിശന്ന് തല ഇറങ്ങി ഞാനിപ്പോൾ ചിക്കനും കപ്പയും കഴിച്ച്. ഞായറാഴ്ച ദിവസമല്ലേ. എന്നാൽ നാളെ കാണാം.